അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന ഈ ഇൽമ്, ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങളതുപോലെ തന്നെ അത് വേണ്ട രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഗ്രഹിക്കാനും ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു സംരംഭം അല്ലാഹു വിജയിപ്പിച്ച് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൻ്റെ ആഡംബരവും ദുനിയാവിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരായിട്ട് പല ആളുകളുമുണ്ട്. നമുക്കറിയാം, ദുനിയാവെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നശിക്കാൻ സാഹചര്യമുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു അത്ഭുതമാണ് ദുനിയാവ്. എപ്പോൾ വേണമെങ്കിലും നശിക്കാം, അല്ലേ? ഏത് സമയത്താണ്, എങ്ങനെയാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ നശിക്കാൻ എന്നെന്നും ഇവിടെ നിലനിൽക്കാത്ത, നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദുനിയാവ് അല്ല ഒരു സുഖം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സുഖവും ആനന്ദവും എന്ന് പറയുന്നത് അത് ആഖിറമാണ്. എന്നും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളതും എന്നും അവിടെ സുഖമാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും. നമുക്കറിയാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളൊക്കെ മരണപ്പെടാം, അല്ലേ? നമുക്കറിയാം, മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം നമുക്ക് അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ അടുത്ത് പോയിട്ടുണ്ട് മരണം നമ്മോട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മരണം നമ്മോട് അത്രത്തോളം അടുത്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരിക്കലും നമ്മൾ കാണാതെ ഇരിക്കുമ്പോൾ, ആ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അതിനെക്കുറിച്ച് ഓർക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും തന്നെ എവിടെയും വിജയിക്കാൻ കഴിയില്ല. നമ്മൾ പരാജിതരായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ മരണമെന്ന് പറയുന്ന സത്യത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്വർഗവും നമ്മോടടുത്തതാണ്, നരകവും നമ്മോടടുത്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലൊരു ഒരു വിജയിയായിട്ട് നമ്മൾ മാറുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇരു ലോകത്തും വിജയിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സാധ്യമാകും എന്ന് പറഞ്ഞാൽ അവനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അത് ചെയ്യും എന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിനകത്ത് നമ്മളൊന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഇത് ചെയ്താൽ നമുക്ക് മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മരണം ലഭിക്കാൻ കഴിയും. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുവേണം നമ്മൾ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണിത്. ഇത് നമ്മൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു കാര്യമാണ്. ഫർള് അത് നമ്മുടെ കടമയാണ്, ചെയ്യൽ നിർബന്ധമാണ്, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ അങ്ങനെ ഒരു നിർബന്ധം നമുക്ക് സുന്നത്തിലില്ലല്ലോ. ചെയ്തിരിക്കണം എന്നുള്ളത് ഫർളിൽ മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. പക്ഷേ സുന്നത്ത് അത് അള്ളാഹു ആ പടച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരടിമ ചെയ്യുന്ന കാര്യമാണ് സുന്നത്ത്. ആ സുന്നത്തായ ഇബാദത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കാതെ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. നമുക്കറിയാം, ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനമായിട്ടുമുള്ള ഒരു 12 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നമ്മുടെ കാര്യം അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യമാണ് ഇത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഉമ്മു ഹബീബ് റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇങ്ങനെ പറയുന്നുള്ളൂ, 12 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം അവർക്ക് വേണ്ടി നിർമ്മിക്കുന്നുണ്ട് എന്ന് മഹദി അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഈ ഒരു ഹദീസിനെ, ഈ ഒരു കാര്യത്തെ അവിടുന്ന്
പിന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ ആ 12 ഏതാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക, ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, മഗ്രിബിൻ്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, ഇശായിൻ്റെ ശേഷവും 2 റക്അത്ത് നിസ്കരിക്കുക, സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെ 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയാണ് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞത് എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ്. ഓരോ വിശ്വാസികളും ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ പുണ്യം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അമലുകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ പാപങ്ങളും പുറത്തു തരട്ടെ. ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിജയത്തിന് ഇതൊരു കാരണമാണ് എന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ അമലുകളും മറ്റുമൊക്കെ എടുത്തു നോക്കിയാൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. പറയുന്നിടത്തും കാണുന്നിടത്തും ചിന്തിക്കുന്നിടത്തും ചെയ്യുന്നിടത്തൊക്കെ ഈ പോരായ്മകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അമലുകളെ മാറ്റി നിർത്തേണ്ടി വരും. നമുക്ക് അത്രത്തോളം പോരായ്മകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്, നമ്മൾ ചെയ്തതും കണ്ടതൊക്കെ ആയിട്ട്. നമുക്കവിടെ വിജയിക്കണമെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഇവിടെ പിന്നെ അള്ളാഹുവിൻ്റെ നമ്മുടെ അമലുകളൊന്നും ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങളും നോമ്പെടുത്ത് നോക്കി ഉണ്ടാവില്ല. പിന്നെ ഇതുപോലത്തെ ചെറിയ സുന്നത്തുകൾ, നമ്മൾ പരിഗണിക്കപ്പെടുന്ന സുന്നത്തുകളും മറ്റൊക്കെയാണ് നമുക്ക് വിജയിക്കാനുണ്ടാവുക. പക്ഷെ അത് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.